ഞാൻ തരുന്ന ബദാം കഴിച്ചാലേ സാറ് പിന്നെ കവിത ചൊല്ലാൻ ഒരിക്കലും മറക്കില്ല. കഴിക്ക് കഴിക്ക്. എത്രത്തോളം ബദാം അകത്തോട്ട് ചെല്ലുന്നു അത്രത്തോളം കവിത പുറത്തേക്ക് വന്നോളും. കഴിക്ക് കഴിക്ക്. വാ കിറ്റി, നമുക്ക് പച്ചക്കറി വാങ്ങിക്കാം. എന്റെ ഫേവറേറ്റ് ആയ വെണ്ടയ്ക്ക തന്നെ എടുക്കാം. അതെ ചങ്ങാതി, ഈ വെണ്ടയ്ക്ക് എന്താ ഇത്രയും വില? തുണിയില്ലെങ്കിൽ പിന്നെ എന്തിട്ടലക്കും? ഇതൊക്കെ കുറഞ്ഞ വിലക്ക് കൊടുത്താൽ ഞാൻ എന്റെ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? സർക്കാർ വികസനം റോഡിലെ കുഴിയാണോ? താനും കവിതയിലൂടെ കാര്യം പറയുവാണോ? ഇത് ഓർഗാനിക് പച്ചക്കറിയാണ്, കഴിക്കുന്നതും കുറവാണ്. കവിത ആര് ചൊല്ലിയാലും നഷ്ടം സഹിക്കേണ്ടത് കച്ചവടക്കാരനാണ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പ്രസാദം തരും, ഇതിന് കുറച്ചെങ്കിലും കുറയ്ക്കേണ്ടി വരും. അടിപൊളി സാർ, അത് കലക്കി. എന്തൊക്കെ പറഞ്ഞാലും പതറില്ല. ഇതിൽ നിന്നൊരു അല്പം പൈസ പോലും ഞാൻ കുറയ്ക്കില്ല. സാർ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയണം. കമോൺ സാർ. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വാശി? പറയൂ, കേട്ടോണ്ടിരിക്കുക. സാർ, ബാക്കി കൂടെ പറയൂ. എന്റെ പൊന്നു കിറ്റി, അടുത്ത ഡയലോഗ് ആണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വാശി? ആ വാശി, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കിറ്റി, തല ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. സാർ ടെൻഷൻ അടിക്കണ്ട, അധികം വൈകാതെ എല്ലാം ശരിയാവും. ഇനി എപ്പോഴാ? നാളെ ടിവിയിൽ എന്റെ ഇന്റർവ്യൂ ഉണ്ട്, അവിടെ എനിക്ക് എന്റെ കവിത ചൊല്ലണം. നാളെ ആവാൻ ഇപ്പോൾ ഒരുപാട് സമയമുണ്ട്. വാ, നമുക്ക് പോകാം. വീട്ടിൽ വളർത്തുന്ന പൂച്ച കരഞ്ഞു മ്യാവൂ. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വെണ്ടയ്ക്ക് കൊണ്ടുപോകൂ. വെണ്ടയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ബാക്കി ദൈവമേ, ഞാനിപ്പോ മൊത്തം കവിതയെ മറന്നു പോവുകയാണല്ലോ. എന്റെ ഉണ്ണ ഒരിക്കലും തെറ്റാറില്ല. എന്തൊരു ഗെയിമായത്? അടുത്തത് ഞാനാ. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. എനിക്കെന്താ കവിത ഒന്നും കിട്ടാത്തത്? എന്റെ പിള്ളേരെ, അല്ലെങ്കിലേ എനിക്ക് തലവേദനയാണ്. നിങ്ങൾ കൂടുതൽ തലവേദന ഉണ്ടാക്കി വെക്കുവാണോ? എന്താണ് സംഭവിച്ചത് കന്നാ സാർ? എന്റെ വായിന്നിപ്പോ കവിതയൊന്നും വരുന്നില്ല. കന്നാ സാർ എന്തിനാ വെറുതെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വായിലിടുന്നത്? ഹണി, നീ എന്തിനാ ഇങ്ങനെ കഴുതകളെ പോലെ സംസാരിക്കുന്നത്? ഖന്ന സാറിന് ഇപ്പൊ കവിതകളൊന്നും പറയാൻ പറ്റുന്നില്ല. കവിതയോടൊന്നും പറയണ്ട, പക്ഷെ കന്നാ സാറിന്റെ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞൂടെ? അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അതെ, എല്ലാം അകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ഇത്രയുള്ള കാര്യം സാറിന്ന് കുനിഞ്ഞേ. ഹണി, ഹണി, നീ എന്താ ഈ ചെയ്യുന്നത്? അകത്ത് കുടുങ്ങിയ കവിത പുറത്തെടുക്കുവാണ്. ഇന്നലെ എന്റെ തൊണ്ടിൽ ചക്കക്കുരു കുടുങ്ങിയപ്പോ ഇതുപോലെ തന്നെ ബണ്ണിയും എന്നെ ഇടിച്ചിടിച്ച് അത് പുറത്തെടുത്തത്. കഴുതേ, കവിത കവിത ഖന്ന സാറിന് ഇപ്പോ കവിത ചൊല്ലാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. സംശയമുണ്ടോ? അതേ പോട്ടെ, ഇന്നാണെങ്കിൽ എന്റെ തല ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. അതിലിത്ര വിഷമിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? എന്റെ തലയാണെങ്കിൽ ജനിച്ചപ്പോ തൊട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. പറഞ്ഞത് ശരിയാണ്. അങ്ങെപ്പോഴെങ്കിലും ഹണി ടെൻഷൻ അയക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്ന് പറയുന്നത് കേക്ക്. നാളെ ടിവിയിൽ എന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഒരു കവി കവിത ചൊല്ലിയില്ലേ പിന്നെ ആ ഷോ എങ്ങനെ മുന്നോട്ട് പോകും? അതിന് ഖന്ന സാർ എന്തിനാ വിഷമിക്കുന്നത്? കവിയോട് പറഞ്ഞാ പോലെ കവിത ചൊല്ലാനായിട്ട്. ആ കവി ഖന്ന സാറ് തന്നെയാണ്. ഖന്ന സാറിനെ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അയ്യോ, അതാകെ കഷ്ടമായി പോയല്ലോ. ഇവിടെ വരൂ, എന്നിട്ട് പറയൂ, ആരാണ് കഷ്ടത്തിലായത്? ഖന്ന സാറിന്റെ തൊണ്ടിൽ കവിത കുടുങ്ങിയിരിക്കുകയാണ്. ഓഹോ, ഞാനിവിടെ ഇല്ലേ, എല്ലാം ശരിയാക്കി തരാം. ഏത് ഇൻഫർമേഷൻ ആണെങ്കിലും ലീക്ക് ആക്കി തരാം. ഇവിടെ വരൂ. എന്റെ കിറ്റി, ഡോക്ടർ ബാലു എന്നെ ചികിത്സിച്ചോളൂ. അയ്യോ, ഇപ്പൊ തന്നെ പുറത്തു വരും. തീർച്ചയായും പുറത്തു വരും. ഇപ്പോഴും പുറത്തു വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായും പുറത്തു വരും. ഡോക്ടർ ബാലു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. ഡോക്ടർ ബാലു, ഇങ്ങനെ ചെയ്യാണെങ്കിലേ അതെങ്ങനെ പുറത്തേക്ക് വരും? കവിതയോ? സോറി, ഞാൻ കേട്ടത് തൊണ്ടയിൽ കുരു കുടുങ്ങിയെന്നാണ്. ഖന്ന സാറിന് ഇപ്പോ കവിത ചൊല്ലാൻ പറ്റുന്നില്ല. സംശയമുണ്ടോ? ഇവിടെ വരൂ. ചിലത് മുതിർന്നവർക്ക് സംഭവിക്കും, ചിലത് കുട്ടികൾക്ക് സംഭവിക്കും.
അത് എന്താണെന്നുണ്ടെങ്കിലും നല്ല കാര്യമായിരിക്കും. ഇത് കവിതയല്ലേ വരാത്തത്? ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ തന്നു. ഇതിപ്പോ കവിത വായിൽ നിന്ന് തന്നെ വന്നു. വെരി ഗുഡ്. പറ്റി, സർ? ഡോക്ടർ ബാലു നന്നായിട്ട് കവിത ചൊല്ലുന്നു, പക്ഷെ എന്റെ വായിന്ന് മാത്രം ഒരു കവിതയും വരുന്നില്ല. ഓ, കവിതാ പാരായണത്തിനാണ് എനിക്ക് വേണ്ട സമ്മാനം കിട്ടിയത്. ഇനി ആർക്കും തന്നെ തടയാനാവില്ല ഞാൻ കവിത ചൊല്ലുന്നത്. അടി കൈ. കന്നാ സാറേ, അല്പം തൈര് വേണമായിരുന്നു, കിട്ടുവോ? എന്നെന്തിനാ തടയുന്നേ? മുകളിലേക്ക് ചാടി കളിക്ക്. ഇത്ര ഉയരത്തിൽ ഞാൻ എങ്ങനെ ചാടാനാ? എനിക്കങ്ങ് വയ്യ. എന്നെ ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? എന്ത് പറ്റി കന്നാ സാർ? ദാ ഹണി പോലും ഇപ്പൊ കവിത ചൊല്ലുന്നുണ്ട്, പക്ഷെ എനിക്ക് ചൊല്ലാൻ മാത്രം ഇപ്പൊ എന്തുണ്ട്? കൂട്ടുകാരെ, കന്നാ സാറിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അതെ, അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. രാവിലെ ഞാന് തൈര് മേടിക്കാൻ വേണ്ടി പോയപ്പോ ലാപ്ടോപ്പിൽ സ്വന്തം കവിതകൾ കാണുകയായിരുന്നു. ഒന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞ ഖന്ന സാറിന്റെ കവിത കേൾക്കാത്ത ദിവസം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ. സംശയമുണ്ടോ? കൂട്ടുകാരെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഖന്നാ സാറിനെ കവിത ഉണ്ടാക്കാൻ സഹായിച്ചാലോ? എങ്ങനെ ചെയ്യാനാവും? നമ്മളൊന്നും കവികളല്ലല്ലോ. അതിന് ഖന്നാ സാറ് വലിയ ഫേമസ് ആയിട്ടുള്ള കവിത ഒന്നല്ലല്ലോ പറയുന്നേ. അതിങ്ങനെയല്ലേ, ആട്ട കൊണ്ട് ഒന്നാം തരം ചപ്പാത്തി ഉണ്ടാക്കി, ദൂരെ ഒരു മരക്കൊമ്പിലിരുന്ന ഒരു കാക്ക അത് കണ്ട് വെള്ളം ഇറക്കി, അടികൈ. അതെ ജോർദാറെ, ഇവൻ പറയുന്നത് ശരിയാ. ഇതുപോലുള്ള കവിതകൾ കേട്ട് കഴിഞ്ഞാ ഖന്നാ സാറും ഇതുപോലുള്ള കവിതകൾ ഓർത്തോർത്ത് പറയും. വേഗം വാ. മാവിൻ ചൂട്ടിൽ വീടൊരു മാങ്ങ, മാവിൻ ചൂട്ടിൽ വീടൊരു മാങ്ങ. ഓ, ആഹാ, അത് കലക്കി. ആ, ബാക്കി എന്റെ കിട്ടി. ബാക്കി എനിക്ക് ഓർമ്മ വരുന്നില്ല. വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മാവിൻ ചൂട്ടിൽ വീടൊരു മാങ്ങ, മാങ്ങ. അയ്യോ, എല്ലാം വീണ്ടും പോയി. മഴയത്ത് തോട്ടിൽ വീണു ഒരു തേങ്ങ, അടികൈ. അടിപൊളിയായിട്ടുണ്ട് കൊച്ചളിയാ. എന്റെ പണി, നീയും തുടങ്ങിയോ കവിത ചൊല്ലാൻ? അല്ല, ഞങ്ങൾ സാറിനെ സഹായിക്കാൻ വേണ്ടി വന്നതാ. സംശയമുണ്ടോ? അതെ, നാളത്തെ ഇന്റർവ്യൂവിന് മുമ്പായിട്ടേ ഖന്നാ സാറിന്റെ കവിത ശരിയാക്കി രണ്ടെണ്ണം ചൊല്ലിച്ചിട്ടേ ഞങ്ങൾ വിടുള്ളൂ. ഓ, പക്ഷെ എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നേ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നത്. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഫയൽ ബോംബാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഗുസ്തി. യെസ്, ഡു ഇറ്റ്, ഡു ഇറ്റ്. ആ, പറയൂ കന്നാ സാറേ. പണക്കാർക്കുണ്ടല്ലോ കോടിക്കണക്കിന് ആസ്തി. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇനി അടി കയ്യെന്നാ പറയേണ്ടത്. എന്റെ ഹണി, അത് ഞാനല്ലേ പറയാറ്, പക്ഷെ എങ്ങനെ പറയാനാ? വരി ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ ലൈൻ ഞങ്ങൾ പറയാം, അതിന് യോജിച്ച ലൈൻ സാറ് തന്നെ പറഞ്ഞോ. ആ, എന്നാ പിന്നെ ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് അതിന്റെ ചെവിയിൽ പിടിച്ചിട്ടുണ്ട്. ചെവിയിൽ പിടിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്നില്ല. ആരോ എന്റെ തലച്ചോറിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്തതുപോലെ ഉണ്ട്. അടി കൈ. ഇതിപ്പോ കവിതയായല്ലോ. ഞാൻ കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് അതിന്റെ ചെവിയിൽ പിടിച്ചിട്ടുണ്ട്. ആരോ എന്റെ തലച്ചോറിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്തതുപോലെ ഉണ്ട്. അടി കൈ. എടാ, ഇത് കവിതയൊന്നുമല്ല. ഞാൻ ഇപ്പോഴത്തെ എന്റെ തലയുടെ കണ്ടീഷൻ പറഞ്ഞതാ. ശീർഷാസനം ചെയ്യുന്നതിലൂടെ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല മക്കളെ. ഞങ്ങൾ സാറിനെ സഹായിക്കാം. എന്റെ പിള്ളേരെ, എന്റെ വയറ് വായിലോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നത്. Yes. ഓ, എന്റെ കൈ. പോപ്പട്ടെ, നീ എന്താടാ ഖന്നാ സാറിനെ പിടിക്കാതിരുന്നത്? അത് ശരി, ഞാൻ പിടിക്കണമായിരുന്നോ? ഖന്ന സാറേ ഒരു മനുഷ്യനാ, ഞാനാണെങ്കിൽ ഒരു പാവം പോപ്പെട്ടു. സാറ് ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? എഴുന്നേറ്റേ. അതെ, ഇത് ഉറങ്ങാനുള്ള സമയമൊന്നും അല്ല. സാറ് ഇനിയാണ് കവിത ചൊല്ലേണ്ടത്. എന്റെ പിള്ളേരെ, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഈഞ്ചപ്പരുവത്തിലാക്കി. ഇനി ഞാൻ ഏത് കവിത ആലോചിക്കാനാ? ശീർഷാസനം കൊണ്ട് ചിലപ്പോ ഗുണമുണ്ടായി കാണും. ഒരു കവിത ട്രൈ ചെയ്ത് നോക്ക്. ആദ്യം ഞാൻ മര്യാദയ്ക്ക് ശ്വാസം വലിച്ചു വിട്ടോട്ടെ. നിന്റെ ശീർഷാസനക്കാരൻ എനിക്ക് മര്യാദയ്ക്ക് ആസനസ്ഥനാവാൻ പോലും പറ്റുന്നില്ല. ബുദ്ധി വികസിക്കാൻ ബാദാം നല്ലതാണ്. ഇദ്ദേഹത്തിനെ ബാദാം കഴിപ്പിക്കാം. അതുപോലെ തന്നെ ബാദാം എണ്ണ തേപ്പിക്കുകയും ചെയ്യാം. ഓക്കേ. ഒരു കവിത പോലും ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ. നാളെ ഞാൻ ഇന്റർവ്യൂവിൽ എന്ത് പറയും? ബാദാം കഴിക്കുകയാണെങ്കിൽ അങ്ങയുടെ ബുദ്ധി തീർച്ചയായിട്ടും വികസിക്കും. സാർ, സാർ ഇവിടെ ഇരിക്ക്. ഞാൻ തലയിൽ എണ്ണ തടവി തരാം. ഹണി, നീ ആ ബദാം കൊടുക്ക്. ഓക്കെ, ഞാൻ തരുന്ന ബദാം കഴിച്ചാലേ സാറ് പിന്നെ കവിത ചൊല്ലാൻ ഒരിക്കലും മറക്കില്ല. അയ്യോ, മതി. കഴിക്ക് കഴിക്ക്. എത്രത്തോളം ബദാം അകത്തോട്ട് ചെല്ലുന്നോ അത്രത്തോളം കവിത പുറത്തേക്ക് വന്നോളും. കഴിക്ക് കഴിക്ക്.
ആ, എന്റെ പിള്ളേരെ നിങ്ങളൊന്ന് മതിയാക്ക്. ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോറി സാർ, ബദാം കുറച്ച് കൂടിപ്പോയെന്നാ തോന്നുന്നത്. അയ്യോ അല്ല കിട്ടി, നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചതാണ്. സഹായിക്കാൻ വേണ്ടി നോക്കുകയാണ്, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. കൂട്ടുകാരെ, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് 3 ജോലി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറ് ഷാർപ്പ് ആവൂന്ന്. കന്നാസാറിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാം. അപ്പോ കന്നാസാറിന്റെ തലച്ചോറ് ശരിയാവുമെങ്കിലോ? അത് കറക്റ്റ് ആണ്. ഓക്കെ, അതും കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കാം. സാർ ഈ ബുക്ക് വായിച്ചുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് ഈ നാരങ്ങ പിഴിയണം, മറ്റേ കൈ കൊണ്ട് ഈ ആട്ടയും കുഴച്ചിരിക്കണം. അത് ചെയ്യാനായിട്ട് ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കൂ. നാരങ്ങ രാജ്യത്തെ ആട്ടുരാജാവ് തന്റെ പ്രജകളോട് പറഞ്ഞു. സാർ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യണം. ഓ എന്റെ അമ്മച്ചി. ഓക്കെ, കൊച്ചളിയെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന്റെ കവിത ശരിയാക്കി കഴിയുമ്പോഴേക്കും നമ്മളൊരു വഴിക്കാവുമെന്നാ തോന്നുന്നത്. ഇത് റെഡിയാവും തോന്നുന്നില്ല. സംശയമുണ്ടോ? അതെന്താ റെഡി ആവാത്തത്? നാളെ ഇന്റർവ്യൂവിൽ കവിത ചൊല്ലേണ്ടതാ. കന്നാസാറ് പറഞ്ഞേ, അടിച്ച് താഴെയിടും ഫയൽവാനേ. അടുത്ത വരി പറയേ. എന്നാ നമുക്ക് വേറൊന്ന് ട്രൈ ചെയ്താലോ? മരം കേറിയ കൊരങ്ങൻ കൊമ്പിലിരുന്നു. മരം കയറിയ കുരങ്ങൻ കൊമ്പിലിരുന്നു. കാറ്റിലും മഴയത്തും മരക്കുമ്പതാ താഴെ വന്നു. എന്റെ വയൽ നിന്നതാ കവിതയും വന്നു. മണ്ണെണ്ണ മേടിക്കാൻ ഞാൻ റേഷൻ കടയിൽ ചെല്ലും. ഞാൻ ഇനി ഇന്റർവ്യൂവിൽ പുതിയ പുതിയ കവിതകൾ ചൊല്ലും. സാർ ഇപ്പൊ പഴയ പോലെ ആയി സാർ. ഇനിയിപ്പോ നാളത്തെ ഇന്റർവ്യൂല് സാർ അടിച്ചു പൊളിക്കും. താങ്ക് യു കുട്ടികളെ, താങ്ക് യു. നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചതുകൊണ്ടാണ് എന്റെ കവിത ശരിയായത്. നിങ്ങൾ എന്നെ രക്ഷിച്ചു മക്കളെ. ഇനി സാറ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടി വരും. എന്തിനാ? ഇതിപ്പോ എല്ലാരും അറിയില്ലേ, ഞങ്ങള് കാരണമല്ലേ കന്നാസാറിന് ഇപ്പൊ കവിത ചൊല്ലാൻ പറ്റിയത്. അപ്പൊ പിന്നെ നാട്ടുകാർ ഞങ്ങളെ വെറുതെ വിടില്ലല്ലോ. ഈടാ ഹണി, നീ എന്നെ കളിയാക്കുന്നു. നിക്കടാ അവിടെ, നിക്ക്.